എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം. ഞാൻ മരിയ സ്ഥാനത്ത് നിന്ന് സന്തോഷ് ആണ് സംസാരിക്കുന്നത്. ഇന്ന് ലോക വയോജന ദിനമാണ്. ഈ വയോജന ദിനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാരണവന്മാരെ സംരക്ഷിക്കാനും നമുക്ക് ചെയ്തു തന്ന നമ്മളെ വളർത്തിയ ആ കാര്യങ്ങളൊക്കെ ഓർക്കാനും അവരെ സംരക്ഷിക്കാനും ഒക്കെ വേണ്ടി ഓർപ്പിക്കുന്ന ഒരു ദിനമാണ്. ഇന്ന് നിർഭാഗ്യവശാൽ 6 പെൺമക്കളുള്ള ഒരു ആളെ ഒരു അപ്പനെ മരിയ സ്ഥാനത്ത് കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ കാലുകളെല്ലാം വളരെ വ്രണമായ അവസ്ഥയിലാണ്. ഒരു കുടുംബത്തിന് വേണ്ടി ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച് മക്കളെല്ലാം കെട്ടിച്ചൊക്കെ വിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇരിക്കുന്നൊരപ്പൻ. അദ്ദേഹത്തെ നോക്കാനുള്ള മനസ്സ് ഇപ്പോൾ മക്കൾക്കില്ല. അപ്പം അങ്ങനെ അദ്ദേഹത്തെ ഇന്ന് വയോജന ദിനത്തിൽ മരിയ സ്ഥാനത്തിൽ സ്വീകരിക്കുകയാണ്. ഇന്ന് ഒരു ചെറിയ രീതിയിലൊരു ആഘോഷം അവിടെ നടന്നു. നമ്മുടെ പ്രിയങ്കരനായ രാജി മാത്യു പമ്പ്ലാനിയാണ് ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. നിങ്ങളെക്കായാലും ബുദ്ധിമുട്ടും സങ്കടവും അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാർ വീടുകളിലുണ്ട്, മണിമാളികളിലുണ്ട്. അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ കാണാനും പറയാനും മിണ്ടാനും ഒന്നും ആൾക്കാരില്ല. അപ്പോൾ അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാണ്. നമുക്ക് ഒരു ജീവിതം മുന്നോട്ടുണ്ടെന്നുള്ളത്, ഒരു പ്രതീക്ഷയുള്ളൊരു ജീവിതം നമുക്ക് മുന്നോട്ടുണ്ടെന്നുള്ള ആ ഒരു ഓർമ്മ ഈ വയോജന ദിനത്തിൽ നമ്മുടെ മനസ്സിലുണ്ടാകണം. കാരണം അദ്ദേഹം ഒരു 1.5 കോടി രൂപയോളം മുടക്കി വയോജനങ്ങളെ, പ്രത്യേകിച്ച് കിടപ്പ് രോഗികളെ നോക്കാനുള്ള ഒരു സ്ഥാപനം നമുക്ക് നിർമ്മിച്ചു തന്നു. അവിടെ ഇപ്പോൾ 40ഓളം ആളുകൾ താമസിക്കുന്നുണ്ട്. ഈ പോയ മാസത്തിൽ നമുക്ക് 24ഓളം ആളുകളെ മരിയ സ്ഥാനത്ത് സ്വീകരിക്കാൻ സാധിച്ചു. 9ഓളം ആളുകൾ രോഗാവസ്ഥയിലും മേലാത്ത അവസ്ഥയിലുമൊക്കെ ദൈവസന്നിധിയിലേക്ക് പോയി മരിച്ചു. അവരെല്ലാം നല്ല രീതിയിലൊക്കെ സംസ്കരിക്കാനും ഒക്കെ സാധിച്ചു. പൊതുജനങ്ങളിലെ സുഹൃത്തുക്കളുടെയൊക്കെ സഹകരണത്തോടാണ് നടക്കുന്നത്. അപ്പോൾ ഈ വയോജന ദിനത്തിൽ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വീട്ടിലുള്ള മാതാപിതാക്കന്മാരെ നമ്മുടെ വീട്ടിൽ തന്നെ നോക്കുക എന്നുള്ളതാണ്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഫാദർ ഈ കഴിഞ്ഞ ദിവസം മരിച്ചു, അലക്സിൻ്റെ ഫാദർ. അവർ മക്കളെല്ലാം വിദേശത്തും സ്വദേശത്തുമൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിലും അവരെല്ലാം മാറി മാറി നിന്ന് പാപ്പച്ചേട്ടനെ നോക്കിയത് ഒരു നല്ലൊരു മാതൃകയാണ്. അദ്ദേഹത്തിൻ്റെ മരണസമയത്തും മക്കളെല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു വലിയൊരു അനുഭവമാണ്. എല്ലാവർക്കും നന്മകൾ നേരുന്നു. എല്ലാ വയോജനങ്ങൾക്കും മാതാപിതാക്കൾക്കും ദൈവനാമത്തിൽ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. നന്ദി.